കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് രണ്ട് പ്രമുഖരായ നേതാക്കൾ കഴിഞ്ഞ 19-ാം തീയതി സഖാവ് EMSന്റെ ദിനാചരണ പരിപാടിയും ഇന്ന് AKGയുടെ ദിനാചരണ പരിപാടിയും ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ രണ്ട് നേതാക്കളും കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ചും അവരുടെ സംഭാവനകളെ സംബന്ധിച്ചുമെല്ലാം ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, മിക്കവാറും എല്ലാ ദിവസവും കേരളത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്ന രണ്ട് പേരുകളാണ്. AKGയും EMSും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. 1904 AKG ജനിക്കുന്നത്. 9 സഖാവ് EMS ജനിക്കുന്നത്. അവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ജയിലിൽ വെച്ചാണ്. 1932 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സഖാവ് EMS വിദ്യാഭ്യാസമെല്ലാം അവസാനിപ്പിച്ച് തന്റെ പൂണുനൂല് കത്തിച്ച് ചാരമാക്കി അത് യാഥാസ്ഥിക വിഭാഗത്തിന് അയച്ചു കൊടുത്തതിന് ശേഷം അമ്മയോട് പോലും പറയാതെ നേരെ കോഴിക്കോട് വന്നു. ഉപ്പുകുറുക്കൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിലേക്ക് പോയപ്പോഴാണ് കോഴിക്കോട് സബ് ജയിലിൽ വെച്ച് ആദ്യമായിട്ട് സഖാവ് കൃഷ്ണപിള്ളയെ സഖാവ് EMS പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് ആ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സഖാവ് EMSനെ മാറ്റിയപ്പോൾ സഖാവ് EMS ആദ്യമായിട്ട് സഖാവ് AKGയെ ജയിലിൽ നിന്ന് തന്നെ പരിചയപ്പെടുക. ഈ 3 പേര് തമ്മിലുള്ള ബന്ധം ഓരോരുത്തരുടെയും മരണം വരെ സുദൃഢമായി തുറന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കൃഷ്ണപിള്ളയായും AKGയായും EMSുമായി എല്ലാം സഖാക്കൾ എന്ന നിലയിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും ആദരവും അവരോരോരുത്തരുടെയും മരണം വരെ തുടർന്നു വന്ന ഒന്നാണ്. സഖാവ് AKGയെ പറ്റി ഇവിടെ അതിന്റെ ചരിത്രത്തെപ്പറ്റിയെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ്സായി, കോൺഗ്രസ് സോഷ്യലിസ്റ്റായി, പിന്നീട് കമ്മ്യൂണിസ്റ്റായി, ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പടനായകനായി, ഇന്ത്യൻ പാർലമെന്റിൽ 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായി, പിന്നീട് തുടർച്ചയായി ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ ശബ്ദമായി, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവായി, ഏതാണ്ട് 20 പ്രാവശ്യം കൽത്തുറുങ്കിലടക്കപ്പെട്ട് 17 കൊല്ലം ജയിൽ കടന്ന മഹാനായ വിപ്ലവകാരിയാണ് സഖാവ് AKG. സഖാവ് AKGയുടെ ജീവിതം അധ്യാപകൻ എന്ന രീതിയിലാണ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. പക്ഷേ AKGയുടെ 20ാമത്തെ വയസ്സിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അരങ്ങേറിയ വൈക്കം സത്യാഗ്രഹത്തിന് 1924 ഞാൻ നേരത്തെ പറഞ്ഞു 1904 ജനിക്കുന്നത്.
അതിന് കഴിഞ്ഞ് 24-ൽ എന്നെ ഒരു വളണ്ടറായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരോടും ചോദിക്കാതെ വൈക്കം സത്യാഗ്രഹ സംവിധാനത്തോട് ആവശ്യപ്പെട്ട ആളാണ് എ.കെ.ജി. ഇങ്ങനെയാണ് സഖാവ് എ.കെ.ജി. ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ്. പക്ഷെ അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ് സഖാവ് എ.കെ.ജി. നേരിട്ട് കേളപ്പനോടൊപ്പം പങ്കെടുക്കുന്നത്. കൊടിയ മർദ്ദനങ്ങൾക്ക് അവിടെ നിന്ന് അദ്ദേഹം വിധേയനായി. കണ്ടോത്ത് പയ്യന്നൂരിൽ ജാതി കോമരങ്ങൾക്കെതിരായിട്ട് നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മൃഗീയമായിട്ട് അടിച്ച് മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഒഴിവാക്കിയത്. വലിയ ഓലക്ക പോലുള്ള സാധനം കൊണ്ടാണ് അടിച്ചത്. എ.കെ.ജി. മാത്രമായിരുന്നില്ല, എ.കെ.ജിയോടൊപ്പം കേരളീയനും ഉണ്ടായിരുന്നു. രണ്ടുപേരും മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അവർ വിട്ടേച്ച് പോയതാണ്. മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തിട്ടുണ്ട്, മരിച്ചു എന്ന് കരുതി, മരിക്കും എന്ന് കരുതിയിട്ട്. പക്ഷേ സഖാവ് എ.കെ.ജി. അതുപോലെ സഖാവ് കേരളീയനും ആ ഘട്ടം തരണം ചെയ്തു. പിന്നീട് നിരവധി പ്രാവശ്യം സഖാവ് എ.കെ.ജിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസിന്റെ നരനായാട്ടിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ. 1977 മാർച്ച് 22 മരിക്കുന്നത് വരെയുള്ള സമയം അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് സഖാവ് എ.കെ.ജി. ഈ കണ്ണൂർ ജില്ലയിലെ ഗുണ്ടാ വിളയാട്ടത്തിനെതിരായിട്ടുള്ള പോരാട്ടം നയിച്ചു. ഞങ്ങളെല്ലാം അന്ന് KSYF-ന്റെ പ്രവർത്തകർ എന്ന രീതിയിൽ കണ്ണൂർ ജില്ലാ ഓഫീസിൽ തന്നെ താമസിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ്. അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ ഞങ്ങളൊക്കെ ആദ്യം തന്നെ ജയിലിൽ പോയതുകൊണ്ട് പിന്നെ ജയില് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ ഭീഷണിയൊന്നും ഞങ്ങൾക്ക് ആർക്കും ബാധകമായിരുന്നു. ആദ്യം തന്നെയാണ് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും വിട്ട് വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള ഗുണ്ടാ വിളയാട്ടമാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അന്ന് അരങ്ങേറി. കുളങ്ങരയത്ത് രാഘവനെയൊക്കെ ആ സന്ദർഭത്തിലാണ് മൃഗീയമായിട്ട് വേട്ടയാടി കൊല്ലുന്നത്. ബീഡി കമ്പനിക്ക് നേരെയുള്ള കടന്നാക്രമം RSകാർ ആരംഭിക്കുന്നതിന് മുമ്പ് കോൺഗ്രസുകാരാണ് ആരംഭിച്ചത്. ലൈബ്രറികൾ തകർക്കുന്നതിനു വേണ്ടി, സാംസ്കാരിക സ്ഥാപനങ്ങൾ കത്തിക്കുന്നതിനു വേണ്ടിയൊക്കെ നേതൃത്വം കൊടുത്ത കോൺഗ്രസാണ്. അതിനെതിരായി അസുഖമുള്ളപ്പോഴും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സഖാവ് സുശീലയോടൊപ്പമുള്ള സഖാവ് എ.കെ.ജി. വളരെയേറെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തെ നേരിടാൻ, ഏത് പോലീസിനെയും വെല്ലുവിളിക്കാൻ, ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്ന അടിയന്തരാവസ്ഥയെപ്പറ്റി പറഞ്ഞ സഖാവ് എ.കെ.ജി. ശക്തിയായ രീതിയിലുള്ള നേതൃത്വത്തോടുകൂടിയുള്ള പ്രതിരോധത്തിന്റെ അംഗം കുറിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട്. ആ സഖാവ് എ.കെ.ജി. നടത്തിയിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രസംഗങ്ങളും ക്ലാസുകളുമെല്ലാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള അധ്വാനിക്കുന്ന ജനതയെ ആവേശപ്പെടുത്തിയിരുന്നു. പഞ്ചാബിലെ കൃഷിക്കാരൻ സമരം നടത്തുമ്പോൾ അവിടെ സഖാവ് എ.കെ.ജിയുണ്ട്. കിസാൻ സഭ രൂപീകരിക്കുന്നതിനു വേണ്ടിയിട്ട് സമ്മേളനം ചേർന്ന കൽക്കത്തയിൽ ആ സമ്മേളനം നയിക്കാൻ സഖാവ് എ.കെ.ജിയുണ്ട്. അഖിലേന്ത്യ പ്രസിഡന്റായിട്ട് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് എ.കെ.ജി. ചരിത്രം പറഞ്ഞാൽ എത്രയോ കാര്യം പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കില്ല. സഖാവ് എ.കെ.ജി. ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കാൻ എന്റെ കാലത്ത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലത്ത് സാധിക്കുമെന്ന് അദ്ദേഹം ആത്മകഥയിൽ കുറിച്ചുവെച്ചു. ആ പോരാട്ടം തുടരുകയാണ്.